ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ. സഹോദരിയോട് മോശമായി പെരുമാറിയതിനാലാണ് പ്രതികരിച്ചതെന്നും ഇയാൾ എല്ലാവരോടും ഈ രീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. വളാഞ്ചേരി വലിയകുന്ന് പുനർജനി ട്രസ്റ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു MLA. മറ്റൊന്നുമല്ല, എൻ്റെ പെങ്ങള് ഒരു സർക്കാർ ഓഫീസിൽ പോയപ്പോൾ പെങ്ങളോട് മോശമായിട്ട് പെരുമാറിയതിന് ഞാൻ ആ സെക്രട്ടറിയെ തെറി വിളിക്കുന്നു എന്നാണ്. 9 വർഷമായി ഞാനൊരു ജനപ്രതിനിധിയാണ്. ഞാൻ പരമാവധി ആരെയും തെറി വിളിക്കാതെ ഇരിക്കുന്ന ഒരാളാണ്. ആവശ്യത്തിന് ഇടപെടുകയും വളരെ മോശമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കണ്ടാൽ വളരെ കർശനമായി അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അല്ലാത്ത സമയത്തൊക്കെ തന്നെ ഏറ്റവും നന്നായി എല്ലാ ഉദ്യോഗസ്ഥരോടും മാന്യമായി സൗഹൃദം പങ്കിടുന്ന ഒരാളാണ്. പക്ഷേ ഈ സംഭവം ഞാൻ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെ പറയാം, ഞാൻ മാധ്യമങ്ങളോടൊന്നും പറയാൻ പോയിട്ടില്ല. എൻ്റെ പെങ്ങള് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുള്ള ഈ പെങ്ങള് തന്നെയാണ്. പെങ്ങളുടെ കുട്ടി ഇവിടെ ഉണ്ട്. ആ കുട്ടിയെ നിങ്ങൾക്കറിയാം. ഈ സ്ഥാപനത്തിൽ ഇവിടെ വരുന്ന കുട്ടിയാണ്. എല്ലാ ദിവസവും ആ കുട്ടിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ആ കുട്ടി ജനിച്ച സമയത്ത് ഡോക്ടർമാര് പറഞ്ഞതാണ് അധികകാലം ആ കുട്ടി ചിലപ്പോൾ ജീവിച്ചിരിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഇത് പറയാനുള്ള കാരണം, അത് ആ കുട്ടി ഇന്ന് 12 വയസ്സായി. വലിയ രീതിയിലുള്ള പോരാളികളാണ് അമ്മമാർ. അത് പറയാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോരാളികളാണ്. പകരം വെക്കാനില്ലാത്ത പോരാളികളാണ്. ആ കുട്ടിയെ ശുശ്രൂഷിച്ച് ഡയാലിസിസ് 1ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ്. ആ ഡയാലിസിസ് വളരെ കൃത്യമായി മുന്നോട്ട് പോയി. ആഴ്ചയിൽ 3 ദിവസം. അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഏറ്റവും വലിയ പോരാളികളിൽ ഒന്നാണ് എൻ്റെ പെങ്ങള്. അതുപോലെയുള്ള ഒരുപാട് പോരാളികളാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനത് പറയുന്നത്. ആ കുട്ടി ഇപ്പോഴും നല്ല രീതിയിൽ പോവുകയാണ്. 11 വർഷമായി ആ കുട്ടിക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല സുന്ദരമായ ഒരു കുട്ടിയാണ്. നന്നായി സംസാരിക്കും, നന്നായി മറ്റു കാര്യങ്ങളും കളിക്കാനും എല്ലാവരെ പോലെ ചിരിക്കാനും ഒക്കെ ആഗ്രഹമുള്ളതാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുമായിട്ട് ഓങ്ങല്ലൂര് പഞ്ചായത്ത് ഓഫീസിൽ പോയി ആ കുട്ടിയെ ഒരു വാഹനത്തിൽ, ഈ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും 1 മണിക്കൂർ നേരം അവിടെ ആ സെക്രട്ടറി ഇരുത്തി. ഞാൻ എൻ്റെ പെങ്ങൾക്കൊരാവശ്യം എന്ന് പറഞ്ഞ് ഞാൻ ഫോണ് വിളിച്ച് നേരത്തെ ഒരാവശ്യവും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ നോർമലായിട്ട് പോയി അപേക്ഷ കൊടുക്കുന്നു. അവിടെ ഈ കുട്ടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും സെക്രട്ടറി രാത്രി ചട്ടിച്ചോറ് വേണോ വേറെന്ത് ചോറ് വേണോ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ കാര്യത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. ഇവരോട് ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞു. സാക്ഷിയാണ്. ഈ പെങ്ങള് എന്നോട് പറഞ്ഞില്ല, ഇവളെന്നോട് പറഞ്ഞില്ല. ഞാനിത് പലരും പറഞ്ഞാണ് അറിയുന്നത്. ആ പഞ്ചായത്തിൽ നിന്നും പുറത്തുനിന്നും ഇത് കേട്ട ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ ഇത്രയും സമയം പുറത്തിരുത്തിയിട്ട് കാര്യങ്ങള് പറയുന്നതിന് പകരം വളരെ മോശമായിട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ മറ്റു ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ അതുണ്ടായി. ഞാൻ പ്രതികരിക്കാനുള്ള ഒരു കാരണം ഇത് മാത്രമല്ല, പെങ്ങള് മാത്രമല്ല, മറ്റു പല ആളുകളും ഇതുപോലെ കംപ്ലൈന്റ് നിരന്തരമായി പറയുകയും അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ, പെങ്ങള് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടി എടുക്കും. അപ്പോഴും മാധ്യമങ്ങളിൽ വരെ MLAയുടെ പെങ്ങള് എന്ന് പറഞ്ഞിട്ടാ. എന്റെ പെങ്ങളായി പോയി എന്നത് ഒരു തെറ്റായിട്ട് മാറാൻ പാടില്ല. ഞാൻ പറഞ്ഞു പരാതി കൊടുക്കണ്ട, മാധ്യമങ്ങളിലൂടെ വന്നാൽ ഈ കുട്ടിയും അവരും ഒക്കെ പ്രചരണത്തിലേക്ക് പോകും, അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത്. അങ്ങനെ പരാതി കൊടുക്കാതെ ഞാൻ വിളിച്ചിട്ട് മോശമായിട്ട് പെരുമാറി, 2 വാക്ക് കുറച്ച് മോശമായിട്ട് പെരുമാറി. അത് പെരുമാറാനാണ് വർത്താനം പറയാനുള്ള കാരണം, ഇത്രയും വർഷമായിട്ട് ഒരു പോരാളിയെ പോലെ ആ കുഞ്ഞിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നുകൊണ്ട് മെഡിക്കൽ സയൻസ് അന്ന് പറഞ്ഞ കാര്യങ്ങളെ തിരുത്തിക്കൊണ്ട് ഇന്നും പോരാട്ടം നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഇതുപോലെ മറ്റു പലരോടും മോശമായിട്ട് പെരുമാറിയതുകൊണ്ട് അന്ന് യാദൃച്ഛികമായിട്ട് അങ്ങനെ വന്നപ്പോ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. ആ കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.